ഗെയിം കളിച്ചിട്ട് പൈസ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ. ഇതേപോലെ തന്നെ ഈ ഗെയിം കളിയിലൂടെ ഇപ്പം അടുത്ത് തന്നെ സംഭവിച്ചില്ലേ, ഞാൻ നെഗറ്റീവ് പറയല്ല, ഉമ്മയുടെ മൊബൈൽ ചോദിച്ചപ്പോൾ ഉമ്മ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ചങ്കിനാണ് കഠാര കൊണ്ട് കുത്തിയത്. അടുക്കളയിൽ കിടക്കുന്ന കത്തി കൊണ്ട് കുത്തിയത് ഉമ്മയുടെ ചങ്കിനാണ്. ആ ചങ്കിന് കുത്താനുള്ളൊരു കാരണം എന്താണെന്നറിയോ? കാരണം ഇവരുടെ ഗെയിമിൽ കംപ്ലീറ്റ് കുത്തുന്നതൊക്കെ ചങ്കിനാണ്. നിങ്ങളതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക്. ആളുകൾ മരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മനുഷ്യൻ്റെ അക്യുമുലേഷൻ മൈൻഡിൽ വരുന്ന ഇങ്ങനെ ഒരു ഡോക്ടർ, ഇപ്പോൾ ഇതിലെ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു ഡോക്ടർ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വലിയ പേടിയായിരിക്കും. നിങ്ങൾക്ക് അതിനേക്കായി നല്ല ഉദാഹരണം എന്താണെന്നറിയോ? ചെറുപ്പത്തിൽ നമുക്ക് സിനിമയ്ക്ക് പോകുന്ന സമയത്ത്, ആദ്യത്തെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഉമ്മയും ഉപ്പിയും ഒക്കെ പാടെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും. അത് പിന്നെ പോയി ഒരു 10-15 സിനിമ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയും നമുക്ക് പേടി ഉണ്ടാവില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ മനുഷ്യൻ്റെ ലജ്ജയും ഭയവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് കളിച്ച് അവസാനം ആ ഒരു പ്രകൃതത്തിലേക്ക് നമ്മുടെ മെൻറ്റാലിറ്റിയായി പെട്ടെന്ന് ചൂടാകുന്ന ഒരു കുട്ടിയായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ശ്രദ്ധിക്കണം? നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെ ഗെയിം കളിയിൽ നിന്ന് ശ്രദ്ധിക്കണം. ആ ഗെയിം കളി പോകുന്നത് കുട്ടിയുടെ മെൻറ്റാലിറ്റിയെ മാറ്റാനാണ്. അതൊന്നും നമ്മുടെ നാട്ടിലധികം ചർച്ചയല്ല. കുട്ടികൾ അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ആ കളിയെ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇഷ്ടം പോലെ കുട്ടികളുടെ പ്രകൃതം മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു സഹോദരൻ വന്ന്, ഞാനിപ്പോൾ കൗൺസിലിംഗ് അങ്ങനെ നടത്താറില്ല, എൻ്റെ അസിസ്റ്റന്റ്മാർ 4-5 പേരുണ്ട്, അവരാണ് അത് ചെയ്യുക. എൻ്റെ അടുത്തൊരു സഹോദരൻ വന്നിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പം അദ്ദേഹത്തിൻ്റെ മകന് 9ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ളൂ. വണ്ടിപ്പൂതിയായി വണ്ടി ആദ്യം ഒരു ബൈക്ക് അവിടുന്ന് വാങ്ങിച്ചു, പിന്നെ കാറ് വാങ്ങിച്ചു. അവർ 3-4 പേര് കറങ്ങി നടക്കാൻ. ഇവരുടെ കയ്യിൽ ലൈസൻസ് ഇല്ല. ഇവരുടെ കാറ് എന്ന് പറയുന്നത് എവിടെ നിന്നാണെന്ന് അവർക്ക് പിടുത്തമില്ല. ഈ പെട്രോൾ അടിക്കാൻ പൈസ എവിടെ നിന്നാണെന്ന് ഈ പിതാവിന് അറിഞ്ഞുകൂടാ. ഇരുന്ന് കരയാൻ. അപ്പം ഈ കുട്ടികൾ കാരിയേഴ്സായി മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന ശൃംഖലയിലേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയമാണ്. ഈ സംശയങ്ങൾക്കൊക്കെയും കാരണം എന്താണെന്നറിയോ? നമ്മൾ വേണ്ട രീതിയിൽ മാനിക്കാതെ സ്നേഹിക്കാതെ പോകുന്നത് കൊണ്ടല്ല, കുട്ടികളെ വേണ്ട രീതിയിൽ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടും അവരെപ്പോഴാണ് വഴിതിരിയുന്നത് എന്ന് അറിയാത്തത് കൊണ്ടുമാണ്. ഈ മയക്കുമരുന്നിലേക്ക് ഇന്ന് എത്ര ആളുകൾ, അപ്പോൾ നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ പറയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് ഇത് കയറി വരികയാണ്. കുട്ടികൾ പോലും അറിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? കുട്ടികളൊരു പക്ഷേ സ്കൂളിലെ ടൂറിൻ്റെ അന്നോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് മാത്രമുള്ള ടൂറിൻ്റെ അന്നോ, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയുടെ തലേ ദിവസമോ, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയുടെ അന്നോ, അല്ലെങ്കിൽ വിവാഹ ദിവസത്തിൻ്റെ തലേ ദിവസമോ, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കുറേ പൂരങ്ങളും നേർച്ചകളും ഉണ്ടല്ലോ, അതിൻ്റെ തലേ ദിവസത്തെ രാത്രികളോ, ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ ഇടങ്ങൾ. കാരണം 12 മണി വരേക്കും അവർക്ക് ലൈസൻസ് കൊടുക്കുന്നൊരു സമയം അതാണ്. ആ സമയത്ത് നമ്മൾ കുട്ടികളെങ്ങനെ സ്ട്രിക്റ്റ് ആക്കണമെന്നല്ല, ഈ സമയങ്ങളിൽ കുട്ടികൾ ആഘോഷത്തിമർപ്പോട് കൂടി പോകുമ്പോൾ അവൻ്റെ സുഹൃത്ത് കൊടുക്കുന്ന ഒരു സിഗരറ്റിൽ നിന്നുമാണ് ഇത് തുടങ്ങുന്നത്. സത്യത്തിൽ അവൻ അറിയില്ല ഈ സിഗരറ്റിൻ്റെ ഉള്ളിൽ മറ്റുള്ള കാര്യം കൂടി ഉണ്ടെന്ന്. അത് വെറും സിഗരറ്റ് അല്ല എന്ന്. നമ്മളിപ്പോൾ ഈ സിഗരറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ സാധനം വരെ കഞ്ചാവിൽ അവൈലബിൾ ആണ് എന്നതാണ് ഇന്നത്തെ കാലഘട്ടം. കുട്ടികൾ വലിക്കുന്ന ഓരോ വലിയിലും അതിന് ടോളറൻസ് എന്നാണ് പറയുക. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്നാകും, അതിനേക്കാൾ ഡോസ് കൂടി, അതിനേക്കാൾ ഡോസ് കൂടി ഇങ്ങനെ പോവാൻ. ഞാൻ പറയുന്നത് തേവർ കുടുംബത്തിലെ ഒരൊറ്റ കുട്ടി പോലും അതിൽ പെട്ടുപോകാതിരിക്കട്ടെ എന്ന ഒരൊറ്റ അവസ്ഥ കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടായാൽ, ആവർത്തിച്ചു പറയുന്നു, മയക്കുമരുന്നടിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായാൽ ആ കുടുംബം പിന്നെ എന്നേക്കുമായി തകരും. പെൺകുട്ടികളും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് തേച്ചാൽ പോലും മയക്കുമരുന്നിൻ്റെ ആധിക്യത്തിലേക്ക് പോകുന്ന ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികൾ അറിയുന്നില്ല ഏത് ലിപ്സ്റ്റിക്കിലാണ് ഈ മയക്കുമരുന്നുള്ളത് എന്ന്. നിങ്ങൾക്ക് വേണ്ടി മിഠായി ഇറങ്ങിയിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് സ്പെഷ്യലി. കാരണം ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസത്തിൽ ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ ഇത് കലർത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒന്നും വിചാരിക്കരുത്, ചില സ്ഥലങ്ങളിൽ ചില കോഫി ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ കോഫി ഷോപ്പുകൾ വരെ റെയ്ഡ് നടത്തേണ്ടുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. കാരണം കോഫി ഷോപ്പിലൂടെ കുട്ടികളെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോയിരുന്നത് പണ്ട് ബാംഗ്ലൂർ സിറ്റി ആയിരുന്നുവെങ്കിൽ, കൽക്കട്ടയും ബോംബെയുമായിരുന്നെങ്കിൽ, ഇന്ന് മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഐസ്ക്രീം പോലും കരുതി മാത്രമേ കഴിക്കാവൂ എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര പേടിപ്പിക്കേണ്ടതുണ്ടോ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ വിഴിഞ്ഞത്ത് നമ്മുടെ പോർട്ട് തുടങ്ങിയത് മുതലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നത് എന്ന് മറ്റൊരു റിപ്പോർട്ട്. ഈ പറയുന്ന ഓരോ ട്രെയിനുകളിലും ഇതിൻ്റെ കാരിയേഴ്സ് ഉണ്ട് എന്ന് റിപ്പോർട്ട്.
ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെങ്കിലും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ സമൂഹം എന്തോ ആകട്ടെ എന്നതല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. സാലിയൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് അവസാനം സാലിയൻസിലേക്ക് കയറും. എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഇത് കഴിച്ച് അവസാനം അവന്റെ ലെവല് തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇത് കഴിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ മാറും. അതാണ് സാലിയൻസ് എന്ന രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് വിഡ്രോവൽ സിൻഡ്രോമാണ്. എന്താ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ? ഇതൊരു ലഹരി ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. സംസ്ഥാന തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ അവിടെ നടന്നിരുന്നു. എറണാകുളത്ത് ഇതേപോലൊരു പരിപാടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. ദൈവാനുഗ്രഹത്താൽ അതിൽ മുഖ്യപ്രഭാഷണം നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അന്നാണ് ഞാൻ ഈ റെഫറൻസ് കംപ്ലീറ്റ് ആക്കിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറിയാൽ എന്താ അവസ്ഥ? പിന്നെ അവന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കും തോറും അവൻ വയലന്റ് ആയിക്കൊണ്ടേയിരിക്കും. അവൻ ഉമ്മയെ കൊല്ലാൻ നോക്കും, ഉപ്പയെ കൊല്ലാൻ നോക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൊല്ലുക. അയൽവാസിയെ കൊല്ലൂല. അയൽവാസിയൊന്നും കൊല്ലാൻ അവൻ നിൽക്കൂല. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ. ഇതിന് വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്. ഇന്നാള് കുടുംബത്തിലെ 3-4 ആളുകളെ കൊന്ന ആൾക്കാർ പറഞ്ഞല്ലോ, അഥവാ പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെന്ന്. സൂയിസൈഡ് അറ്റംപ്റ്റ് അഥവാ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതകൾ ഉണ്ടാകും. അത് ചെയ്യുകയും ചെയ്യും. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാതിരിക്കാനുള്ള ശ്രദ്ധ. ഞാൻ ഈ കുട്ടികളെ പാവമെന്നേ പറയും. കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കുട്ടികളെ ഞാൻ പാവമെന്നേ പറയും. അവിടെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലമുറയെ കാക്കലാണ്. ഞാൻ ഒരിക്കലും ആ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. അവരെ ഞാൻ കൗൺസിലിംഗ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് വീട്ടിലൊരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമുണ്ട് എന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ നല്ല സ്വസ്ഥത കൊടുക്കുന്നില്ലേ, നല്ല ഫുഡ് കൊടുക്കുന്നില്ലേ. പക്ഷേ ഈ ഉപദേശം എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ തെറ്റ് കാണുമ്പോഴൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഡെയിലി ഉമ്മമാരെ പിന്നാലെ നടന്നിങ്ങനെ കുറ്റപ്പെടുത്തലാണെങ്കിൽ അവരിങ്ങനെ അവരെ ലോകത്തേക്ക് അങ്ങനെ അവിടെ പോകും. ഉമ്മനെ ശ്രദ്ധിക്കാനേ അവന് പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവൻ്റെ മിസ്റ്റേക്സ് കാണുമ്പോൾ മാത്രം നല്ല രീതിയിൽ അവനോട് പറഞ്ഞു കൊടുക്കാവും. അല്ലാതെ അയൽവാസിയോട് വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ കൂട്ടത്തിൽ വെച്ച് വഷളാക്കി അവൻ്റെ അവൻ്റെ കൂട്ടുകാർ വീട്ടിലേക്ക് വരുന്നതിനെ നമ്മൾ തടഞ്ഞു വെച്ച് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ അവന് വല്ലാത്ത ഇഷ്ടക്കേടുണ്ടാവും. നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ചില ശ്രദ്ധകൾ വേണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഉമ്മമാരോട്, ആ കുട്ടികളുടെ ഉമ്മമാരോട്, അവർ ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഉമ്മമാരോട് അവർ വരുമ്പോൾ അവരൊന്ന് കേൾക്കാനും അവരോടൊപ്പം ഒന്ന് ഇരിക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അടുക്കളയിലുള്ള നിങ്ങൾ മാത്രം ഇരിക്കുന്ന ടേബിളൊന്ന് മാറ്റി വെക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്കൊരു ഭക്ഷണം കഴിക്കലുണ്ട്. ഇപ്പോഴും പല വീട്ടിലും അങ്ങനെയാണ്. പക്ഷേ ഒരുപാട് വീടുകളിൽ മാറി. കുടുംബത്തിലെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പെരുന്നാൾ പോലെ എന്നും ഒരു വട്ടെങ്കിലും കഴിക്കണം. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം രാത്രിയൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇനി ആരാണോ വീട്ടിൽ നമ്മൾ ഉപ്പയും ഉമ്മയുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് എന്താക്കണം, ഒരു ഫുഡ് കഴിക്കണം. അത് പെരുന്നാളിന് മാത്രമുള്ളതല്ല. ഇപ്പോൾ പെരുന്നാളിന് പോലും കുട്ടിയൊക്കെ കഴിക്കാമെന്നല്ല, അവന് ടൂർ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കലും ഒന്നിച്ചിരുന്ന് അവരോടൊപ്പം സൊറ പറയലും അവൻ്റെ കാര്യം കേൾക്കലും നമുക്ക് പറയാനുള്ള അവനോട് പറയലും എപ്പോഴും ഉപദേശം കണ്ട് മാറ്റി വെച്ചിട്ട് ചില നിർദ്ദേശങ്ങളും ഭാവിയിലെ പദ്ധതികളും അവർ പഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ സ്ത്രീകളായ നമ്മൾ, ഈ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളും തന്നെ മൊബൈലിലേക്ക് ഒളിഞ്ഞു പോയിരിക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ വ്ളോഗ് ചെയ്യാൻ എവിടേക്കാ പോകണമെന്നറിയാം. പെൺകുട്ടികൾ കാശ്മീരിലേക്ക് പോവുകയാണ്. ഞാനതിനെ എതിർക്കല്ല. ഇനി അത് ഭയങ്കര സാമൂഹ്യ വിപത്തായി പറഞ്ഞു ആകെ സോഷ്യൽ മീഡിയയിൽ തരംഗാവണ്ട. പക്ഷേ കുട്ടികൾ ഒറ്റക്കങ്ങോട്ട് പോവുകയാണ്. ഞാൻ കാശ്മീരിൽ പോയിട്ട് 4 വ്ളോഗൊക്കെ ചെയ്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ വിചാരിച്ചത് എന്താണ്? അവൻ വ്ളോഗ് ചെയ്തിട്ട് അങ്ങോട്ട് വരട്ടെ എന്നുള്ളത്.